2030 KSEB 10,000 മെഗാവാട്ട് ഉൽപാദന ശേഷി കൈവരിക്കും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ നിലവിൽ ആവശ്യമുള്ളതിന്റെ 30% വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂവെന്നും ബാക്കി 70% വൈദ്യുതി അധിക വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുകയാണെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപഭോഗം കണക്കിലെടുത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ 2030 10,000 മെഗാവാട്ട് ഉൽപാദന ശേഷി കൈവരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള എതിർപ്പ് മൂലം നമുക്ക് പല ജലവൈദ്യുത പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ ജലവിഭവശേഷി വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനാൽ പീക്ക് സമയത്ത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു. പുതുതായി നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടനവധി പ്രതികൂല സാഹചര്യത്തിലും വൈദ്യുതി ജീവനക്കാർ പ്രശംസനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതായും മന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. കൊപ്പം അൽ ഖവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ KSEB ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഉണ്ണികൃഷ്ണൻ, ശ്രീമതി ബേബി ഗിരിജ, രമണി V, ശ്രീ KKA അസീസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിര ടീച്ചർ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷഫീഖ് EK, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീ മോഹൻദാസ് CPM, ശ്രീ OK സെയ്തലവി CPI, ജയകൃഷ്ണൻ പടനായകത്ത് ജനതാദൾ, സുന്ദരൻ NCP, KK മുസ്തഫ കോൺഗ്രസ്, പരമേശ്വരൻ N BJP, വിനോദ് കുമാർ വ്യാപാരി വ്യവസായി സമിതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KSEB ഡയറക്ടർ ശ്രീ സജി പൗലോ സ്വാഗതം ആശംസിച്ചു. ചീഫ് എഞ്ചിനീയർ കുമാരി രജനി KS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമതി മായ തമ്പാൻ കൃതജ്ഞത രേഖപ്പെടുത്തി. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് ഊർജം പകർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും KSEB ലിമിറ്റഡും വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലകളിൽ സജീവ ശ്രദ്ധ പുലർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഇലക്ട്രിസിറ്റി ബോർഡിനെ സജ്ജമാക്കുന്നതിനും വൈദ്യുതി ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും വേണ്ടി വൈദ്യുതി മേഖലയിൽ നിരവധി പദ്ധതികളും നിർമ്മാണ പ്രവൃത്തികളുമാണ് നടപ്പിലാക്കി വരുന്നത്. 2023 ജൂണിൽ തുടങ്ങിയ കൊപ്പം സെഷൻ ഓഫീസ് കെട്ടിട നിർമ്മാണം 2024 ഒക്ടോബറിൽ പൂർത്തീകരിച്ചു. ഈ സാഹചര്യത്തിൽ അതേ റെഗുലേറ്ററി കമ്മീഷനാണ് ഞങ്ങളുടെ കയ്യിലില്ല. അത് വരവും ചെലവുമാണ്. നമുക്ക് 30% ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കുള്ളൂ, 70% അറിയാം. പീക്ക് അവറിലും മേടിക്കുമ്പോൾ 10 രൂപ തൊട്ട് 15 രൂപ വരെ പകൽ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ദേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കതിൽ അധികാരമൊന്നുമില്ല. റെഗുലേറ്ററി കമ്മീഷനാണ്. ഇതിപ്പോൾ നമുക്കുള്ള ഒരു ഇലക്ട്രിസിറ്റി ചാർജ് വന്നപ്പോൾ ഇറക്കുമതി കൽക്കരി നിർബന്ധമായി ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ഒരു ഓർഡർ. ഓസ്ട്രേലിയയിൽ പോയി അഡാനി കൽക്കരി കരി എടുത്തു. അത് ചെലവാകുന്നില്ല പറഞ്ഞപ്പോൾ 20% കൽക്കരി. ആ ചാർജ് നമ്മളുടെ അടുത്ത് റെഗുലേറ്ററി കമ്മീഷന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ ഒന്നും ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ടാൻ 19 പൈസ കൂട്ടിയത് അങ്ങനെയാണ്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.